ഏത് പാർട്ടിയുടെ ഏത് മിനിറ്റ്സ് പ്രകാരമാണ്, ഏത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് പ്രകാരമാണ് ഈ വീണ വിജയൻ എന്ന് പറയുന്ന ഇയാളുടെ മകൾ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് AKG സെന്ററിന്റെ അഡ്രസ് കൊടുക്കാനുള്ള അനുമതി നൽകിയത് ഏത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്ന് ഈ MP ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി ഈ കേരളത്തിലെ 3.25 കോടി മലയാളികളോടും അയാൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് വിശദീകരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നിടത്താണ് ഈ കളവ് ആവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഭവത്തെ ആ സംഭവത്തെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നത്. നമസ്കാരം. മുഖ്യമന്ത്രി പുത്രി വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അതിരൂക്ഷമായി പ്രതികരിച്ച പാണ്ഡ്യാല ഷാജി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നതോടെ പിണറായി വിജയനും കുടുംബത്തിന്റെയും പതനം പൂർണ്ണമായിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണ് ഉള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലുള്ളത്. എക്സാലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന 447, 448, 449 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് റിപ്പോർട്ട്. 1000 സഖാക്കളുടെ ആത്മവീര്യത്താൽ കെട്ടിപ്പടുത്ത AKG സെന്ററിന്റെ മേൽവിലാസം സ്വന്തം മകളുടെ കടലാസ് കമ്പനിക്കായി ഉപയോഗിച്ച പിണറായി വിജയനെതിരെ ഈ സാഹചര്യത്തിൽ പാർട്ടി നടപടിയെടുക്കണമെന്നും ഏത് യോഗത്തിലാണ് പിണറായി വിജയൻ ഇതിനുള്ള അനുമതി വാങ്ങിയത് എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കണമെന്നും പാണ്ഡ്യാല ഷാജി ആഞ്ഞടിച്ചു. അല്ലാത്ത പക്ഷം പിണറായി വിജയൻ എന്ന നികൃഷ്ടജീവിയെ പാർട്ടിയിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്പനിക്കകത്ത് തികച്ചും അനധികൃതമായ രീതിയിൽ ഉണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടന്നു എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന സൂചനകൾ കൃത്യമായി അന്വേഷണ റിപ്പോർട്ടിനകത്തൂടെയും അതോടൊപ്പം തന്നെ പത്രങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പ്രകാരം അത് ചിലപ്പോൾ ഒരു CBIയോ അതോടൊപ്പം തന്നെ EDക്കോ അത് അന്വേഷണ ചുമതല ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുകയാണ് ചെയ്യുന്നത്. ഈ സാധ്യതകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പാർട്ടി പ്രതിരോധിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് CPIഎമ്മിന്റെ ഇവിടെ ഉണ്ടാകുന്ന സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളുമില്ല ചിലവരെങ്കിലും ഇതിനെ ന്യായീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഗൗരവതരമായിട്ട് ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടത്. നോക്കുക, നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇയാളുടെ ഒരു അഴിമതി ആരോപണത്തിന്റെ നിലവിൽ ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ് 37 തവണയായി മാറ്റിവെച്ചിരിക്കുന്ന ലാവ്ലിൻ കേസിന്റെ വിഷയം. ഈ ലാവ്ലിൻ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് 37 തവണ മാറ്റിവെക്കുന്നത് മാത്രമല്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പാർട്ടി ഒന്നടങ്കം, അതായത് അതിന്റെ പോളിറ്റ് ബ്യൂറോ തൊട്ട് ബ്രാഞ്ച് കമ്മിറ്റി വരെ ഇതിനകത്ത് നിർബന്ധിക്കപ്പെട്ടു എന്നതാണ്. ഇങ്ങനെ നിർബന്ധിക്കപ്പെടാനുണ്ടായിരിക്കുന്ന ഒരു കാരണം എന്താണ്? വളരെ വ്യക്തമായിരിക്കുന്നതിന്റെ അതിലുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡൽഹി ആസ്ഥാനമായി CPIഎമ്മിന് ഒരു ആസ്ഥാന മന്ദിരം പണിയുന്നതിനാവശ്യമായിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടമെന്ന് പറയുന്നത് ഈ ലാവ്ലിൻ കേസുമായി ഭാഗത്ത് വന്നിരിക്കുന്ന അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട തുകയാണ് എന്ന ആരോപണം ഡൽഹിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും കേരളത്തിനകത്തുമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും മുമ്പിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമായി നിൽക്കുന്ന ഒരു ആരോപണമായി നിൽക്കുകയാണ്. ഈ ആരോപണം അത് 37 തവണ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിന് ശേഷമാണ് വളരെ കൃത്യമായി എന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടിനകത്ത് 1.72 crores കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിത്തീർന്നത്. ഇവിടെ വരുമ്പോഴും സംഭവിക്കുന്ന സാധനം എന്താന്ന് പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തൊട്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ സമ്പൂർണ്ണമായും ചരിത്രത്തിലാദ്യമായി മകൾ വീണ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ അഡ്രസ്സ് AKG സെന്ററിന്റെ അഡ്രസ്സായി മാറുകയാണ് ചെയ്തത്. നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന്, ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇയാളുടെ മകൾ ഈ പറയുന്ന AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുക്കുന്നുള്ളത്.
നിങ്ങൾ ഏത് കമ്മിറ്റിയിൽ ഈ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ചർച്ച ചെയ്തിട്ടാണ് ഈ പേര് കൊടുക്കാൻ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത്? ഏത് ഘടകമാണ് ഈ സംഭവം അറിഞ്ഞത്? ഏത് പാർട്ടി മെമ്പറോടാണ് ഇയാൾ ഈ സംഭവം വെച്ചത്? ഒരാളോടും പറയാതെ തീർത്തും സ്വകാര്യമായി ഈ കേരളത്തിലെമ്പാടുമുള്ള ലക്ഷക്കണക്കായിരിക്കുന്ന പാർട്ടി ബന്ധുക്കളെയും അനുഭാവികളെയും സഹയാത്രികരെയും പാർട്ടി മെമ്പർമാരെയും ഉത്തരവാദപ്പെട്ട കമ്മിറ്റികളിലുള്ള ഭാരവാഹികളെയും എല്ലാം ഇയാൾ പറ്റിക്കുകയാണ് ഇത്, കബളിപ്പിക്കുകയാണ് ഇത്. ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തെളിഞ്ഞിരിക്കും, പ്രത്യക്ഷത്തിൽ തെളിഞ്ഞിരിക്കെ MP ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പബ്ലിക്കിനോട് കൃത്യമായി മറുപടിയും വിശദീകരണവും നൽകേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് ഏത് പാർട്ടിയുടെ ഏത് മിനിറ്റ്സ് പ്രകാരമാണ്, ഏത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് പ്രകാരമാണ് ഈ വീണ വിജയൻ എന്ന് പറയുന്ന ഇയാളുടെ മകൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് AKG സെന്ററിന്റെ അഡ്രസ് കൊടുക്കാനുള്ള അനുമതി നൽകിയത് ഏത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്ന് ഈ MP ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി ഈ കേരളത്തിലെ 3.25 കോടി മലയാളികളോടും അയാൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് വിശദീകരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നിടത്താണ് ഈ കളവ് ആവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഭവത്തെ ആ സംഭവത്തെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ചിന്ത, ദേശാഭിമാനി, ഈ രണ്ട് പത്രങ്ങൾ എന്താ പറഞ്ഞാൽ അത് കൃത്യമായും പാർട്ടിയുടെ ഔദ്യോഗികമായ ഓർഗൻസ് ആണ്. ഒന്ന് തിയററ്റിക്കൽ ഓർഗനാണ്, മറ്റൊന്ന് വെച്ചാൽ ഡെയിലി ഉണ്ടായിരിക്കുന്ന ഓർഗനാണ് ദേശാഭിമാനി പത്രം. ഈ രണ്ട് പത്രത്തിനും ഇഷ്ടം പോലെ വരാവുന്ന സാമ്പത്തിക ഇടപാടുകൾ, അതിനുവേണ്ടിയിരിക്കുന്ന കളക്ഷൻ ശേഖരണങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പോലും ഒരിക്കൽ പോലും അതിന്റെ അഡ്രസ് AKG സെന്റർ എന്ന് പറയുന്ന പാർട്ടി ആസ്ഥാന കേന്ദ്രത്തിന്റെ അഡ്രസ് അല്ല കൊടുത്തത്. കാരണം അത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിനാൽ അത് കമ്പനി വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടാണ് ആ സാധനം പോയത്. AKG സെന്റർ പേര് കൊടുത്തിട്ടില്ല. AKG സെന്റർ എന്ന് പറയുന്ന കാര്യം എന്തായാലും ഇയാൾ ഉണ്ടാക്കിയ സാധനം അല്ലല്ലോ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ സാധനം ഉണ്ടാക്കുന്നതിനകത്ത് ഒരു പങ്കുമില്ല. ആ സ്ഥാപനം, ഈ ഒരു കെട്ടിടം അന്ന് AKG അത് AKG സെന്റർ അത് പണിയുന്ന AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ MBR പറഞ്ഞിട്ട് വാങ്ങിയിരിക്കുന്ന സ്ഥലത്താണ് ഈ AKG സെന്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് കെട്ടിടം ഉയർന്നത്. ആ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ആദിമധ്യാന്തമായ ചുമതലക്കാരനും അതിന്റെ സംഘാടകനും ശില്പിയും എല്ലാം തന്നെ ഒരൊറ്റയാളാണ്. അത് സാക്ഷാൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന MBR ആണ്. അന്ന് MBR എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റും പറയാക്കുന്ന MBR എന്ന് പറഞ്ഞാൽ CPM-നകത്ത് ഓമനിപൊട്ടന്റ് ആയിരിക്കുന്ന ഒരാളാണ്. ഈ ഓമനിപൊട്ടന്റ് ആയിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയുടെ പദവിയോ പാർട്ടിയുടെ അഡ്രസ്സോ ഉപയോഗിച്ചിട്ട് ഒരു തെറ്റായ കാര്യം ചെയ്തു എന്ന ആരോപണം ഇന്നേ വരെ ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് ആരെങ്കിലും ഒരാൾ ഉന്നയിച്ചിട്ടുണ്ടോ? അന്നെല്ലാം തന്നെ വെളിമ്പുറത്ത് നിന്നിരിക്കുന്ന കക്ഷിയാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, മുൻ പാർട്ടി സെക്രട്ടറി. കേരളത്തിലെ വെളിമ്പുറത്ത് നിന്നിരിക്കുന്ന ആളാണ്. ഇയാൾ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ചെയ്തത് നേരെ ഡയറക്റ്റായി ചെയ്തത് ഇയാളുടെ AKG സെന്ററിന്റെ പേരുപയോഗിച്ച് ഇയാളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു കടലാസ് കമ്പനി രജിസ്റ്റർ ചെയ്തു വന്നതാണ്. ഈ കടലാസ് കമ്പനിയെ നമ്മൾ ഇപ്പോഴത്തെ ആധുനിക കേരളത്തിൽ അത് വിളിക്കുന്നേരം, ആധുനിക കാലത്ത് വിളിക്കുന്നേരം അത് സൈബർ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഈ സൈബർ കമ്പനി എന്ന് പറയുന്ന സത്യത്തിൽ എന്താ സാധനം? അത് സാധാരണ കിട്ടാത്ത കടലാസ് കമ്പനി മാത്രമാണ്. ഇങ്ങനത്തെ ഒരു ചീറ്റിംഗ് നടത്തായിട്ടിരിക്കുന്ന ഒരാളെ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ തിരിച്ചു മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്. ഇപ്പൊ തൊട്ട് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷന് തൊട്ട് താഴെ എം എൻ സ്മാരക മന്ദിരമുണ്ട്. എം.എൻ. ഗോവിന്ദൻ നായർ സ്മാരക മന്ദിരത്തിന് അതിനകത്ത് അയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരുന്നു MN. അതോടൊപ്പം തന്നെ C. അച്യുതമേനോൻ, പിന്നീട് വരുന്ന പാർട്ടിയിൽ മഹാരഥനായിരിക്കുന്ന TV തോമസ്, ആലപ്പുഴ TV തോമസ്, പിന്നെ വരുന്ന പിണറായിക്കാരനായിരിക്കുന്ന സഖാവ് N. ബലറാം, ഒളിയം ഭാർഗവൻ, ഇങ്ങനെ അതിപ്രഗത്ഭരായിരിക്കുന്ന CK ചന്ദ്രപ്പൻ, ഇങ്ങനെ അതിപ്രഗത്ഭരായിരിക്കുന്ന ആള് PK വാസുദേവൻ, ഇങ്ങനെ വരുന്ന ആളുകൾ, ഒരുപടി ആളുകൾ, അതുപോലെ തന്നെ S. കുമാർ, ഈ വരുന്ന ആളുകളെല്ലാം നിലനിൽക്കവേ തന്നെയാണ് ആ പാർട്ടിക്കകത്ത് നടത്തിയിരിക്കുന്ന എന്തെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ഇല്ലീഗലായിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ കള്ളത്തത്ത് ഒരു പേര് ആയിട്ട് ഏതെങ്കിലും ഒരു സംഭവത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇവിടെയാണ് നേതാക്കന്മാരായിരിക്കുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കാണിച്ചിരിക്കുന്ന ബുദ്ധിപരമായ സത്യസന്ധതയും നീതിബോധവും. ഈ നീതിബോധത്തിന്റെ സ്ഥാനത്ത് തികച്ചും അസംബന്ധമായ കാര്യങ്ങൾ ചെയ്യും കാപട്യം ജീവിതത്തിന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് AKGയുടെ പേരിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം പണിതിരിക്കുന്ന കെട്ടിടമാണത്. അത് ഇയാൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ സ്ഥാപനത്തിനകത്ത് പണം പിരിക്കുന്ന സംഭവത്തിൽ, നിർമ്മാണ പ്രവർത്തനത്തിൽ പണം പിരിക്കുന്ന സമയത്ത് SFI-കാരനെന്ന നിലയിൽ ഞാനും അതിനകത്ത് സാമാന്യം തെറ്റില്ലാത്ത പൈസ തലശ്ശേരിയിൽ നിന്ന് പിരിച്ചു കൊടുത്തിട്ട് SFI എന്ന നിലയ്ക്ക് ഞങ്ങളും പിരിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും അതിനോടുണ്ടാക്കുന്ന ഒരു വൈകാരിക ബന്ധമുണ്ട്.
ഈ വൈകാരിക ബന്ധം നിലയ്ക്ക് ഇങ്ങനെ ഒരുപടി നൂറുകണക്കിന് സഖാക്കളുടെ ആത്മവീര്യത്തിന്റെ ഭാഗമായി പടുത്തുയർത്തിയിരിക്കുന്ന AKGയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് തന്റെ മകൾക്ക് ഈ തരത്തിലുള്ള വ്യാജ നിർമ്മിതിയും കള്ളപ്പണം വെളുപ്പിക്കാനും കള്ളത്തരത്തിൽ കരിമണൽ ലോബിക്ക് കൂട്ടുന്നതിന്റെ കാശ് പിടിക്കാനുമുള്ള ഒരു സംവിധാനമാക്കി CPIM-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു ആഫീസിനെ എന്താ പറയാ വ്യാജമായി അഡ്രസ്സ് കൊടുത്തു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇയാൾ ആ പാർട്ടിയിൽ നിന്ന് ആ നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. അത് പത്രം വിതിൻ നോ ടൈം പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് സെൻട്രൽ കമ്മിറ്റി ഇടപെട്ട് ഇയാളെ പേര് നടപടി എടുത്തിട്ട് പാർട്ടി പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കേണ്ടതാണ്. ഇത്ര ആഭാസകരമായ കാര്യം ചെയ്തിട്ട് പോലും ഇതിനെ ന്യായീകരിക്കാൻ ആളുകൾ മെനക്കെടുമ്പോഴാണ് സത്യത്തിൽ നമ്മളെന്തായിത്തീരുന്നത്. ഏറ്റവും ശുദ്ധരായിരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ, ഏറ്റവും ശുദ്ധരായിരിക്കുന്ന പാർട്ടി സഖാക്കളെ അവരറിയാതെ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന കൊടും ചതി ചെയ്തിട്ട് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമാക്കി തീർത്ത് ഈ പാതകങ്ങൾ മുഴുവൻ തന്നെ പാർട്ടിയുടെ ബൗച്ചറിൽ കെട്ടിയേൽപ്പിച്ച് മുഴുവൻ പാർട്ടി മെമ്പർക്ക്, അതായത് ബ്രാഞ്ചിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ പാർട്ടി മെമ്പർക്കും അതോടൊപ്പം തന്നെ അനുഭാവികളെ കൊണ്ടുപോലും ഇവൻ ചെയ്തത് ശരിയാണ്, ഈ കള്ളത്തരം ശരിയാണെന്ന് പറയേണ്ടുന്ന ഗതികേട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി തീർത്തു എന്നതാണ് ഇയാൾ കേരളത്തിൽ ചെയ്തിരിക്കുന്ന, പാർട്ടിയോട് ചെയ്തിരിക്കുന്ന, ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു അപരാധം.